ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ പ്രതികാര നടപടി എന്നോണം തന്നെ ആദ്യമായി തന്നെ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനായിരുന്നു ഇറാൻ ശ്രമം നടത്തിയത്. അതിൽ അവർ പൂർണ്ണമായും വിജയിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ലോകത്താകമാനം ഇന്ധന പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പോലും ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര നിഷേധിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ പിന്നീട് നടന്ന ആക്രമണത്തിൽ ശക്തമായ നിലപാടുകൾ മറ്റു രാജ്യങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വന്നതോടുകൂടി തന്നെ ഇറാന് അവിടെ ചെറുത്തുനിൽപ്പിന് അല്ലെങ്കിൽ ഒരു അടിപതറുന്ന ഒരവസ്ഥ ഉണ്ടായി തുടങ്ങിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംരക്ഷിക്കണമെന്ന പ്രമേയം പുറത്തിറക്കിയിരിക്കുകയാണ് ബഹ്റൈൻ. ഇതോടുകൂടി തന്നെ ഇവിടെ ഇറാൻ വലിയൊരു പ്രതിസന്ധി അവർ നേരിടുന്നതായി തന്നെ അല്ലെങ്കിൽ ഒരു ഭയം നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പ്രമേയത്തിന് GCC രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ പോലും വീറ്റോ അധികാരമുള്ള ചൈനയും അവിടെ റഷ്യയും അടക്കം സ്വീകരിക്കുന്ന ആ ഒരു നിലപാട് പോലും ഇതിൽ വളരെയധികം നിർണായകമായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രമേയത്തിന്മേൽ വോട്ടെടുപ്പ് നടക്കുന്നത് നാളെയാണ്. ആയതിനാൽ തന്നെ ഹോർമൂസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു ചർച്ച തന്നെയായിരിക്കും ഇത്. ഇന്ന് UN സുരക്ഷാ കൗൺസിലിൽ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടെടുപ്പ് അത് നാളത്തേക്ക് മാറ്റിയതായാണ് വിവരങ്ങൾ പുറത്തു വന്നത്. വാണിജ്യ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രതിരോധ മാർഗങ്ങളും ഉപയോഗിക്കാൻ രാജ്യങ്ങളെ അധികാരപ്പെടുത്തണം എന്നതായിരുന്നു ഇതിൽ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ബലപ്രയോഗത്തെക്കുറിച്ചുള്ള പരാമർശിക്കുന്ന ഏതൊരു പ്രമേയത്തെയും തങ്ങൾ എതിർക്കുമെന്ന നിലപാടിലാണ് ചൈന ഇപ്പോൾ നിൽക്കുന്നത്. പ്രമേയത്തിന് GCC രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ പോലും വീറ്റോ അധികാരമുള്ള ചൈനയും റഷ്യയും സ്വീകരിക്കുന്ന നിലപാട് ഏറ്റവും നിർണായകമാണ്. ഹോർമുസ് തുറക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ ബഹ്റൈൻ ആ ഒരു പ്രമേയം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. സുരക്ഷയുമായി കടന്നു പോകുന്ന അല്ലെങ്കിൽ സുരക്ഷിതമായി തന്നെ കടന്നു പോകാനുള്ള സുരക്ഷാ മുൻകരുതൽ ഏറ്റെടുക്കാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ട് എന്നതും ഇത് ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നിയമ പിന്തുണ വേണമെന്നതാണ് ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. GCC പിന്തുണയോടെയാണ് ബഹ്റിന്റെ നീക്കം. അതേസമയം സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ദുബായിലെ പള്ളികളിൽ വിശുദ്ധ പ്രചരണം പ്രാർത്ഥനകൾ ഉണ്ടാവില്ല. അതേപോലെ കുർബാനകളും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പ് വരുന്നതുവരെ അവിടെ നിയന്ത്രണം അവിടെ തുടരുമെന്നും ചില പള്ളികളിൽ അവിടെ ശുശ്രൂഷകൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച് ബഹ്റൈൻ രാജ്യം UN സുരക്ഷാ കൗൺസിൽ സമർപ്പിച്ച കരട് പ്രമേയത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ നിന്നുകൊണ്ട് അവിടെ നടക്കുന്ന ചർച്ചകൾ അന്താരാഷ്ട്ര സമാധാനവും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനും സമുദ്ര നാവിഗേഷന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുമുള്ള കൂട്ടായ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് ഒരു വലിയ രീതിയിൽ ഇത് ഉരുത്തിരിഞ്ഞു വന്നത് എന്നതാണ് അതായത് ബഹ്റൈന്റെ വിദേശകാര്യ മന്ത്രി ഡോക്ടർ അബ്ദുൾ ലത്തീഫ് ബിൻ റഷീദ് അൽ സയാനി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ ഏതൊരു നീക്കവും അവിടെ നിയമവിരുദ്ധവും അവിടെ അവിശുദ്ധവുമായ പ്രവൃത്തിയായിരിക്കുമെന്നതും ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ അവിടെ ബന്ദിയാക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന് തുല്യമാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.